Hi. First of all, congratulations on clearing your CA Foundation exam. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് CA ഇന്ററിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആയിരിക്കും. അതിന് മുന്നേ CA ഇന്റർമീഡിയറ്റിലേക്കുള്ള കോഴ്സ് രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ CA ഇന്റർമീഡിയറ്റ് എക്സാം നിങ്ങൾ ഏത് ടൈമിലാണോ അപ്പിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ 8 months prior എങ്കിലും നിങ്ങൾ ഈ കോഴ്സ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതാണ് ICAIയുടെ റൂൾ. ഓക്കെ, വിച്ച് മീൻസ് നിങ്ങളിപ്പോൾ ഇന്നാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഇത് കഴിഞ്ഞുള്ള 8 months കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് എക്സാമിന് വേണ്ടി അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എങ്ങനെയാണ് CA ഇന്റർമീഡിയറ്റ് കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫൗണ്ടേഷൻ കോഴ്സിന് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്താണ് SSP പോർട്ടൽ, എവിടെ പോയാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. ICAIയുടെ SSP പോർട്ടലിലാണ് നിങ്ങൾ ഫൗണ്ടേഷനും ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേ സെയിം പോർട്ടലിൽ തന്നെയാണ് കണ്ടിന്യൂസ്ലി നിങ്ങൾ ഇന്റർമീഡിയറ്റ് എക്സാമിന് വേണ്ടിയും രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. സോ SSP പോർട്ടൽ എടുക്കുക. നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ യൂസർ ക്രെഡൻഷ്യൽസ്, ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി ലോഗിൻ ID ആൻഡ് പാസ്വേഡ് ഫൗണ്ടേഷൻ കോഴ്സ് രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇൻ കേസ് നിങ്ങളത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ യു വിൽ ഹാവ് എൻ ഓപ്ഷൻ ദെയർ. ഫോർഗോട്ട് പാസ്വേഡ് അടിച്ചിട്ട് നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാം. അതിനുശേഷം യൂസർ ID ആൻഡ് പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാം. സോ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വൺസ് നിങ്ങളുടെ സെൽഫ് സർവീസ് പോർട്ടലിൽ നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്തതിന് ശേഷം യു വിൽ ഗെറ്റ് ടു സീ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് സ്റ്റുഡൻറ് ഫങ്ഷൻസ് എന്നുള്ള ഓപ്ഷനാണ്. ഓക്കെ, ഇന്റർമീഡിയറ്റ് കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ ഫസ്റ്റ് സ്റ്റെപ്പ് വിൽ ബി യു വിൽ ഹാവ് ടു സെലക്ട് സ്റ്റുഡൻറ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇനി സ്റ്റുഡൻറ് ഫങ്ഷൻസ് വൺസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കാണാം. സ്റ്റുഡൻറ് മൊഡ്യൂളിന് താഴെ യു വിൽ ഹാവ് വേരിയസ് ഓപ്ഷൻസ്. അവിടെ നിങ്ങൾ കോഴ്സ് രജിസ്ട്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ യു വിൽ ഹാവ് ടു സെലക്ട് കോഴ്സ് രജിസ്ട്രേഷൻ. കോഴ്സ് രജിസ്ട്രേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാം. ഒന്ന്, അപ്ലൈ ഫോർ ഇന്റർമീഡിയറ്റ് കോഴ്സ് ത്രൂ ഫൗണ്ടേഷൻ പാസ്ഡ് റൂട്ട്. നിങ്ങൾ ഓൾറെഡി ഫൗണ്ടേഷൻ പാസ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആയതുകൊണ്ട് നിങ്ങൾ ഈ ഓപ്ഷൻ ആണ് എടുക്കേണ്ടത്, അപ്ലൈ ഫോർ ഇന്റർമീഡിയറ്റ് കോഴ്സ് ത്രൂ ഫൗണ്ടേഷൻ പാസ്ഡ് റൂട്ട്. അനദർ ഓപ്ഷൻ എൻറ്റയർലി ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. സോ അത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഓപ്ഷനുമായിട്ട് മുന്നോട്ട് പോവുക. നൗ കമ്മിങ് ടു ദി നെക്സ്റ്റ് സ്റ്റെപ്പ്. വൺസ് നിങ്ങൾ അത് ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ ഒരു വിൻഡോ കാണാം. അതിൽ ചില ഡീറ്റെയിൽസ് ഓൾറെഡി ഓട്ടോ ഫിൽഡ് ആയിട്ട് വരും. കാരണം നിങ്ങൾ ഓൾറെഡി ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആയതുകൊണ്ട് ഓട്ടോ ഫിൽഡ് അല്ലാത്ത ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ബാക്കി പെൻഡിങ് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഫില്ലിൻ ചെയ്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം അടുത്ത വിൻഡോ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ് 10th and 12th ഡീറ്റെയിൽസ് കൊടുക്കേണ്ട വിൻഡോ ആണ്. ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ക്ലാസ് 10th and 12th രണ്ടിൻ്റെയും മാൻഡേറ്ററി ആയിട്ട് ഫില്ല് ചെയ്യേണ്ട ഏരിയയാണ്. ആസ്ട്രിസ്ക് ഇട്ടിട്ട് അവർ 2 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്, 10th and 12th. ഇവിടെ ചോദിച്ചേക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ ഏത് സിലബസ് ആണ് പഠിച്ചത്, എപ്പോഴാണ് നിങ്ങളുടെ പാസ് ഔട്ട് മന്ത് ആൻഡ് ഇയർ, ആൻഡ് നിങ്ങൾ റിസൾട്ട് അവൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണോ, പാസ്സായ ആളാണോ, ആൻഡ് ദെൻ വാട്ട് ആർ ദ മാർക്സ് ദാറ്റ് യു ഒബ്റ്റെയിൻഡ്, അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് നിങ്ങൾ കൂടുതലും ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അതൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഗോ ടു ദി നെക്സ്റ്റ് സ്റ്റെപ്പ്. അടുത്ത് നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾ ഏത് മോഡ് ഓഫ് രജിസ്ട്രേഷൻ ആണ് ചൂസ് ചെയ്യുന്നത് എന്നാണ്. നിങ്ങൾ ഫൗണ്ടേഷൻ കോഴ്സ് പാസ്സായി വന്ന കാൻഡിഡേറ്റ്സ് ആയതുകൊണ്ട് നിങ്ങൾ കൊടുക്കേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ന്യൂ ഫൗണ്ടേഷൻ എന്നുള്ളതായിരിക്കും. ഓക്കെ, ന്യൂ ഫൗണ്ടേഷൻ, ഇതാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ മോഡ്. ഓൾറെഡി നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ന്യൂ FND, ന്യൂ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്യുക. സോ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അവിടെ കാണാൻ പറ്റും ജോയിൻ ഫോർ കോഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ടാവും. നിങ്ങൾ ഫസ്റ്റ് ടൈം ഇന്റർമീഡിയറ്റ് അപ്പിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഇത് ഓൾറെഡി ബൈ ഡിഫോൾട്ട് ഈ ബോത്ത് ഗ്രൂപ്പ്സ് ഓഫ് ഇന്റർമീഡിയറ്റ് എക്സാം എന്ന് പറഞ്ഞ ഓപ്ഷൻ സിലക്റ്റഡ് ആയിരിക്കും. അതിനുശേഷം അതിന് താഴെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. വിത്ത് ആർട്ടിക്കിൾ എന്നുള്ള ഓപ്ഷനും ഓട്ടോമാറ്റിക്കലി ബൈ ഡിഫോൾട്ട് യെസ് എന്ന് ഓൾറെഡി സെലക്റ്റഡ് ആയിരിക്കും, ഓൾറെഡി ഫിൽഡ് ഔട്ട് ആയിരിക്കും. ഓക്കെ, നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് ഓപ്ഷൻ. നിങ്ങളുടെ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, അതിൻ്റെ ഇയർ ആൻഡ് മന്ത് ഓഫ് പാസിംഗ്, അതിൻ്റെ റോൾ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ, ഡേറ്റ്, കോഴ്സിൻ്റെ പേര് എല്ലാം അവിടെ ഓൾറെഡി നിങ്ങൾ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്ത ആൾക്കാരായതുകൊണ്ട് തന്നെ ഓൾറെഡി ഇതൊക്കെ ഇവിടെ ഓട്ടോ ഫിൽഡ് ആയിരിക്കും. ഓക്കെ, അതൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നൗ
അടുത്ത ടാബ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് ആണ്. പേയ്മെന്റ് നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അത് അവർ പറയുന്നുണ്ട്. നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ ആൻഡ് യുവർ പ്രൂഫ് ഓഫ് ബർത്ത്, ഈ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, റിക്വയർഡ് ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സിന് താഴെ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, യുവർ ഫോട്ടോ, നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. യുവർ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഒരെണ്ണം ഉള്ളത് സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ലീവിംഗ് സർട്ടിഫിക്കറ്റ് വിച്ച് ഇസ് യുവർ TC ആൻഡ് ദെൻ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്. ഇതിലേതെങ്കിലും ഒരെണ്ണം മതി. ഒന്നെങ്കിൽ ഐദർ സ്കൂൾ ഓർ കോളേജിൻ്റെ ലീവിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്. ഇത് 3ഉം അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് 3ഉമാണ് അവർ മാൻഡേറ്ററി ആയിട്ട് ചോദിക്കുന്നത്. സോ ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാതെ യുവർ ആപ്ലിക്കേഷൻ വിൽ നോട്ട് മൂവ് ഫർദർ. അപ്പോൾ ഇത് 3ഉം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ഫോർ മെമ്പേഴ്സ് ജേർണൽ. നൗ ദിസ് ഇസ് നോട്ട് മാൻഡേറ്ററി. നിങ്ങൾ അത് ഓപ്റ്റ് ചെയ്യണം എന്ന് ഒരു നിർബന്ധവുമില്ല. ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് എക്സ്ട്രാ പേയ്മെന്റ് ആയിരിക്കും ഇത് ഓപ്റ്റ് ചെയ്യുന്നതിനുള്ളത്. അത് ഇവരോട് പറയുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഫോർ മെമ്പേഴ്സ് ജേർണൽ ഇസ് റുപ്പീസ് ഫോർ 400. ഓക്കെ, ഇന്ത്യൻ സ്റ്റുഡൻസിന് 400 rupees ആണ് അത് എക്സ്ട്രാ 1 year സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതിന്. സോ ഇഫ് യു വാണ്ട് ദാറ്റ് സബ്സ്ക്രിപ്ഷൻ യു ക്യാൻ സെലക്ട് ദിസ് ഓപ്ഷൻ. ഇവിടെ ഒരു ടിക്ക് നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു ടിക്ക്, ഇവിടെ ടിക്ക് മാർക്ക് വീഴുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഫൈനൽ എത്ര രൂപയാണ് നിങ്ങളുടെ കോഴ്സ് ഫീസ് എന്ന് നോക്കുക. ഓക്കെ, സോ യുവർ കോഴ്സ് ഫീസ്, ഇന്റർമീഡിയറ്റ് അപ്പിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അറിയായിരിക്കും. യുവർ കോഴ്സ് ഫീസസ് ടോട്ടൽ എമൗണ്ട് ഇസ് 18,000. ഈ 18,000 പ്ലസ് നിങ്ങൾ മെമ്പേഴ്സ് ജേർണൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ടും കൂടെ ആഡ് ആവും. ആ മെമ്പേഴ്സ് ജേർണൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ യുവർ ടോട്ടൽ എമൗണ്ട് വുഡ് ബി 18,000. വൺസ് നിങ്ങൾ സക്സസ്ഫുള്ളി നിങ്ങളുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഹാവ് ടു അഗെയിൻ കം ബാക്ക് ടു SSP പോർട്ടൽ. ഒന്നും കൂടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് കൊടുക്കുക, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറുക. അതിനുശേഷം നിങ്ങളുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ടു സീ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് റെസിപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. നിങ്ങളുടെ ഇൻവോയ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഇൻവോയ്സ് ആണ്. ഇതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്, നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ പ്രൂഫ്, അതിൻ്റെ പേയ്മെൻറ്റ് സ്ലിപ്പ് എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇത് ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ വയ്ക്കുക. ഓക്കെ, ഇതോടുകൂടി നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് അവസാനിക്കുകയാണ്. നൗ ഫൗണ്ടേഷൻ കോഴ്സിന് രജിസ്റ്റർ ചെയ്തപ്പോൾ നടന്ന ബാക്കി സ്റ്റെപ്സ് പോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി ICAയിലേക്ക് അപ്രൂവലിന് വേണ്ടി പോയിട്ടുണ്ട്. വൺസ് അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എൻ ഇമെയിൽ ടു യുവർ രജിസ്റ്റേർഡ് ഇമെയിൽ ID ആൻഡ് ബൈ ദിസ് യു വിൽ കംപ്ലീറ്റ് യുവർ കോഴ്സ് രജിസ്ട്രേഷൻ ഫോർ CA ഇന്റർമീഡിയറ്റ്. ഇതാണ് ഫൈനൽ സ്റ്റെപ്സ്. CA ഇന്റർമീഡിയറ്റിൻ്റെ കോഴ്സ് രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു. ഓക്കെ, നിങ്ങൾക്ക് ഫർദർ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കോമെന്റ് ബിലോ ദിസ് വീഡിയോ. 1-2 കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ നേരത്തെ ഫൗണ്ടേഷൻ കോഴ്സിൽ നിങ്ങൾ ചെയ്തതുപോലെ തന്നെ ഇതും കോഴ്സ് രജിസ്ട്രേഷൻ മാത്രമാണ് നമ്മൾ ചെയ്തത്. എക്സാമിന് അപ്പിയർ ചെയ്യുന്നതിന് പ്രയർ ഒരു 1 to 2 months പ്രയർ നിങ്ങൾക്ക് എക്സാം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടെ ഉണ്ട്. അത് മറക്കാണ്ട് തന്നെ ചെയ്യുക. എന്നാലേ ഇന്റർമീഡിയറ്റ് എക്സാമിന് നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലേ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഒക്കെ കയ്യിൽ കിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ CA എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻസ്, യുവർ ടിപ്സ് ഫോർ ലേണിംഗ്, അങ്ങനെ എന്തെങ്കിലും മോർ കോണ്ടന്റ് അങ്ങനെ നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ മോർ ഇൻഫർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ സബ്സ്ക്രൈബ് ടു വോച്ചസ് അക്കാഡമി ഓഫ് കൊമേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ ആൻഡ് ഓൾസോ വോച്ചസിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ്. ഓക്കെ, സോ ഹാപ്പി ലേണിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ CA ഇന്റർ എക്സാംസ്.